ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചേക്കും. നമുക്ക് എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീക്കാണ് നമ്മൾ എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ വീക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമ്മൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു ഇതാണ് ചായ കുടിക്കാൻ കേട്ടോ. എനിക്ക് നല്ല ജലദോഷമുണ്ട്. സോ കുറച്ച് ദിവസമായിട്ട് ഞാൻ കട്ടൻ ചായ ആയിട്ട് കുടിക്കുന്നത്. മിന്നൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അങ്ങനെ ഞാനും മിന്നൂസും രാവിലത്തെ നാസ്ത കഴിക്കുകയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കഴിക്കുന്നത് ദോശയും കടലക്കറിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഈ വലിയ കടല വെച്ചതാണ് കേട്ടോ എനിക്ക് മിന്നൂസിനും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. പിന്നെ ഫ്രണ്ട്സ്, കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മിന്നൂസും കുറച്ച് സമയം പുറത്തുനിന്ന് കളിച്ചു കേട്ടോ. മിന്നൂസ് കുളി ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കളിച്ചു. പിന്നെ ഇതാ ഫ്രണ്ട്സ്, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായിട്ടോ. ഇന്ന് അധികം സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെമ്മീൻ ഫ്രൈയും മോരും വറവായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആയിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഈ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കുന്നതിനിടയ്ക്ക് മുട്ട ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അവളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റിംഗ് ഏരിയയിലേക്ക് ഒന്ന് പോയിട്ടോ. ഞാൻ കുറേ നാളെ ഇതൊന്നും ചെയ്യാത്തത്. അപ്പോൾ എനിക്കൊരു മിററിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ പോക്കറ്റ് മിററിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ റൂമിൽ വെക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഡെക്കോർ പോലെ ചെയ്യാമെന്ന് കരുതി, വാൾ ഡെക്കോർ വരെ. അങ്ങനെ ഞാൻ മിററിൽ കുറേ കോട്ടണും കാര്യങ്ങളും ഇട്ടിട്ട് കുഞ്ഞ് ക്യൂട്ട് മിറർ പോലെ ചെയ്തെടുത്തിട്ടുണ്ടായി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ബാപ്പ ഇതാ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സും ഡ്രിങ്ക്സെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ബാപ്പി ഇത് നമുക്ക് ചായ കുടിക്കാനുള്ള കടി കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ സാൻഡ്വിച്ചും മിന്നൂസിന് ക്രീം ബന്ന്, പിന്നെ സ്വീറ്റ് പൊറോട്ടയാണ് കേട്ടോ സാധനം. അത് നല്ല ടേസ്റ്റാണ്, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ പലയാൾക്കും പല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കോഫി, മിന്നൂസിന് ചോക്കോസും, ഉമ്മാക്കും പാപ്പാക്കും ചായ കേട്ടോ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചു. പിന്നെ ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തിന് ശേഷം ഞാൻ സൈക്കിൾ ഓടിക്കാണ്ടി പോകാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സാം ആയാലും പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല ഗൈസ്. നമ്മൾ 5 മണിയാകും എത്താൻ വേണ്ടി. പിന്നെ കുളിച്ച് മാറ്റി പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയത്തേക്കാണ് സമയമാകും. പിന്നെ രാത്രി ഇരുന്ന് പഠിക്കും, പിന്നെ ഫുഡേക്കും ഉറങ്ങും. അത് അതിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശനി ഞായറും വരുമ്പോൾ പിന്നെ മടിയാവും ഓടിക്കാൻ. അങ്ങനെ ഗൈസ് ഉമ്മ പറഞ്ഞ് നമ്മളങ്ങനെ സൈക്കിളിലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് നാളിന് ശേഷമായിട്ട് സൈക്കിൾ ഓടിക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇങ്ങനെ ശനിയും ഞായറെല്ലാം കിട്ടുമ്പോഴായിട്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റ്, പിന്നെ സൈക്കിൾ ഒട്ടിക്കൽ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ ഫുൾ ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും മിന്നൂസും അകത്ത് കയറി നോക്കുമ്പോൾ ഇതാ വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് കയറിക്കുമ്പോൾ ഇതാ ഉമ്മയും ബാപ്പയും ഫുൾ ഇവിടെ ബിസി തിരക്കിലാണ് കേട്ടോ. ഇന്ന് ബാപ്പാക്കാണെങ്കിൽ ഒരു ഫുഡിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ ബാപ്പ അടിപൊളിച്ച് മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുമ്പോൾ ഇതാ ഫുൾ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ബാപ്പ വീട്ടിൽ നിന്നും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ബാപ്പ ഇതവിടെ ഫുൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് ഒരു ബിരിയാണിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്, ദം ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ. എനിക്ക് ഈ സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞ ബാപ്പാക്ക് എപ്പോഴും രാവിലെ ആയിരിക്കും ഇങ്ങനെ ഫുഡിൻ്റെ ഓർഡർ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉറക്കത്തിന് എണീച്ച് വരുമ്പോഴേക്കും ബാപ്പി സാധനം ദമ്മി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതെപ്പം ഞാൻ നോക്കിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ബാപ്പാക്ക് രാത്രിത്തേക്കാണ് കേട്ടോ കൊടുക്കാണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് രാത്രി ബാപ്പാൻ്റെ ബിരിയാണി ആയിരുന്നു. ഇന്നല്ല രാത്രി ബിരിയാണി ആയിരുന്നു കഴിക്കാൻ. ഫ്രണ്ട്സ്, ഇതാ പിന്നെ നമ്മളെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ബാപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി കഥ ഇവിടെ കഴിഞ്ഞുണ്ട്. അങ്ങനെ ഗൈസ്, ഇതാ എല്ലാം കഴിഞ്ഞ് ഞാനും മിന്നൂസ് പഠിക്കാനിരുന്നു കേട്ടോ. എനിക്ക് മദ്രസയിൽ എക്സാം ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അങ്ങനെ ഞാൻ കുറച്ച് പഠിച്ചു. മിന്നൂസ് വഴിയിരുന്ന് പഠിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് എല്ലാ വീക്കെൻഡിലും മൺഡേ ആണ് കേട്ടോ ലൈബ്രറി ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ആ ബുക്കിൻ്റെ കൗതുകം കണ്ടെടുത്ത ബുക്കാണ്. അങ്ങനെ നമ്മൾ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാണ്ടിരുന്നു. നമ്മൾ ബിരിയാണിയും എല്ലാം കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം. പിന്നെ അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറയണം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.